എന്നാലും മുത്തേ ഞാൻ പറഞ്ഞ ന്യായമാണ്. അല്ല വിനോ, ഞാൻ ഉണ്ടാകില്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനക്കുണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം അല്ലേ? പിന്നല്ല. അല്ല പോവല്ല, ബാക്കി പറയട്ടെ, ബാക്കി കേട്ടിട്ട് പോടേ. എടി എന്നാ മീൻ മുറിച്ചേക്ക് പച്ച ഞാൻ ചൂടാ. കുഞ്ഞിനുള്ള വെള്ളം ചൂടാണല്ലോ, നീ എന്നാ പോയി കുഞ്ഞിനെ കുളിപ്പിച്ചോ. എന്നല്ല ഒന്ന് ലീവായതിനെ കൊണ്ട് പച്ച തന്നെ കുളിപ്പിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞാലൊന്നും അവളിപ്പോ കേക്കേ ഉണ്ടാവില്ല. എന്തായാലും നോക്ക്. ആ മോളെ, നമുക്ക് കുളിക്കണ്ടേ? കുളിച്ച് സുന്ദരിയാവണ്ടേ? മോളെ ആരാ കുളിപ്പിക്കണ്ടേ? ഇത് തോർത്ത് കുഞ്ഞിനെ കുളിക്കേ. ആരാ കുഞ്ഞിനെ കുളിപ്പിക്കണ്ടേ? അച്ഛനോ? അമ്മ കുളിപ്പിക്കാം. അച്ഛനെ മോള് കുളിക്കാൻ പോവുക. അച്ഛന്റെ മോക്ക് അച്ഛൻ തന്നെ കുളിപ്പിക്കണം പോലെ. എന്നാലും ഒരു കാര്യം ചെയ്യ്, പത്ത് കിട്ടോ. അച്ഛനെ മോളെ അച്ഛൻ തന്നെ കുളിപ്പിച്ചോളാം. നമ്മള് കുളിച്ചാ പോവാ. ഇവിടെ മുത്തേച്ചില്ലേ? ഞായറാഴ്ചയായിട്ട് എവിടെയും പോയോ? ബെല്ലടിച്ച് നോക്കാം. ആരാ വന്നേക്കല? ആരാ ബെല്ലടിക്കുന്നത്? ഒന്ന് നോക്കിയാ ആരാ ബെല്ലടിക്കുന്നത്? ഞാൻ നോക്കാൻ പോവാ. മിനു, ഇനി എന്നെ കൊറേ കാലം കണ്ട്. വാ കേറ്. എടി മിനു ആണ് കേട്ടോ. അതാ വരുന്നേ. വാ കേറി ഇരിക്കി. ഇരിക്കുക ശരത്തേട്ടാ. അല്ല ഈ ഇപ്പൊ എന്തിനും പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പം ഞാൻ ഒന്നിനും പോവില്ല. ആ മക്കൾ ചെറുതല്ലേ, അതുകൊണ്ട് ഏട്ടപ്പോൾ സമ്മതിക്കല്ലേ പണിക്കൊന്നും പോവാൻ. ഒരു സ്കൂളിൽ വരുമ്പോൾ ആരും ഉണ്ടാവില്ല എന്നറിയും. അല്ല ശരത്തേട്ടാ, നിങ്ങളെന്താ കോലൊക്കെ ആയിട്ട് നിങ്ങളവിടെ തുടക്കല്? മുത്തേച്ചിക്ക് എന്തേ സുഖല്ലേ? ഇല്ലടി, ഓക്ക് കുഴപ്പമില്ല. ഓൾ അടുക്കള എന്തോ പണിയില്ല. ഇത് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഓരോ പണി ഇങ്ങനെ എടുക്കുന്ന. അല്ല, അപ്പം നിങ്ങളവിടെ തുടക്കലും തിരുമ്പലും ഒക്കെ? അങ്ങനെ തുടക്കല് തിരുമ്പലുള്ള കണക്കൊന്നുമില്ല അവിടെ. ഓളോരോ പണി എടുക്കും, ഞാനോരോ പണി എടുക്കും. അത് മാറി മാറി ഇങ്ങനെ എടുക്കുന്നതാണ്. അയ്യേ, നിങ്ങൾക്കൊരു കുറവുമില്ലേ ഈ വീട്ടിൽ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ? എന്ത് കുറവ് വിചാരിക്കാനാ? അവനവൻ്റെ വീടല്ലേ, അങ്ങനെ ഓരോ പണി മാറി മാറി ഇങ്ങനെ എടുക്കൂ, അത്രേ ഉള്ളൂ. ആരിത് മിനു? എന്നെ കൊറേ ആയല്ലോ കണ്ടിട്ട്. ഇനിയിപ്പോ ഒന്നിനും പോവല്ല? ഇല്ല മുത്തേച്ചി, ഞാൻ ഇപ്പോൾ പോവില്ല. മക്കളെ നോക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് പോവില്ല. മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലേ? അല്ലേട്ടത് ഇതുവരെ കഴിഞ്ഞില്ല. ഞാൻ തുടക്കി എന്നാല് വേണ്ടേ ഡി, ഇത് കഴിഞ്ഞ്. ഞാൻ ഓള് ഓള് കഥയും പറയുന്നത് ഇത് കഴിയാനായി. അല്ല വേണ്ട, നീ എന്റെ പണി എടുത്തോ. അല്ല മുത്തേച്ചി, നിങ്ങൾക്ക് ഒരു മോശമില്ല ശരത്തേട്ടൻ കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിക്കാൻ? മിനു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എന്ത് മോശം എന്നാ പറയുന്നത്? പിന്നെ മോശമല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ വന്ന് കണ്ടതിനെ കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ അറിയുന്ന ആൾക്കാരാ. ഇതിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടാണ് കണ്ടെങ്കിൽ ഓല് എന്ത് വിചാരിക്കൂ? എന്ത് വിചാരിക്കാനാ? അത് ഞങ്ങളെ വീടാ. ഇത് വൃത്തി കൊണ്ടടക്കാനുള്ളത് ഞങ്ങളെ രണ്ടാളെ ഉത്തരവാദിത്ത. എന്നാലും മുത്തേ ഞാൻ പറഞ്ഞ ന്യായമാണ്. അല്ല വിനോ, ഞാൻ ഉണ്ടാകില്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനക്കുണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം അല്ലേ? പിന്നല്ല. അല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നിങ്ങൾക്ക് രണ്ടാൾക്കതൊരു മോശം വേണ്ട വെച്ചിട്ടാ. മിനോ, ഞങ്ങൾക്കൊരു മോശമായി വെച്ചിട്ട് ഇനി വരിടാവേ വേണ്ട. ഞങ്ങൾക്കൊരു വിഷയമല്ല. മിനു, എനിക്ക് കടുപ്പത്തിലൊരു ചായ എടുക്കട്ടെ? എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പിന്നെ ഞായറാഴ്ച അതിനെ കൊണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വെച്ച് വന്നതാ. അല്ല വിനോ, നീ പോവാ? പോകുന്ന വഴിക്ക് ഇതിപ്പോൾ എത്ര കോപ്പി അടിക്കാനാ വിചാരിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കോപ്പി അടിക്കാനോ? എനിക്ക് നേരല്ലേ, ഞാൻ പോട്ടെ. അങ്ങനെ പോവല്ല. നീ വേണേലും പോകുന്ന വഴിക്ക് തങ്കേച്ചിനോടോ സീനേച്ചിനോടോ ആരോട് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ലേ മുത്തേച്ചി. ചമ്മു ഒന്ന് പറഞ്ഞോ. അയ്യോ, എന്തോ കരിഞ്ഞു മണക്ക് നേട്ടാ, ഒന്ന് നോക്കണേ. ഞാൻ നോക്കാം. മീൻ അടുപ്പത്ത് വെച്ചില്ലേനോ, അതായിരിക്കും. പോവുകയാണ്. അല്ല പോവല്ല, ബാക്കി പറയട്ടെ, ബാക്കി കേട്ടിട്ട് പോടേ. അങ്ങനെ പോവല്ല മിനുവോ, ബാക്കിയോട് കേട്ടിട്ട് പോടെ. എനക്ക് എന്താണ് ഇത്ര തിരക്കായി പോയത്? പിന്നെ ഓളങ്ങനെ വന്നതാ ഞങ്ങളെ വീട്ടിൽ ആരൊക്കെയാ പണിയെടുക്കുന്നത് നോക്കിയിട്ട്. എന്തായാലും പള്ളറച്ച് കിട്ടീന്ന്, അത് തന്നെ മതി. എന്തൊരു സ്നേഹ ഭാര്യയും ഭർത്താവും തമ്മിൽ. ചാടിയുണ്ടോ ഒന്ന്? എന്തൊക്കെ പണിയാ ശരത്തേട്ടൻ എടുത്തു കൊടുക്കുന്നത്, കണ്ടിട്ട് പൂതിയാവുന്നു. ഇങ്ങനെ അയക്കണം ആണുങ്ങളായാലും. പിന്നെ അല്ല, ഞാൻ പിന്നെ കുറവ് മോശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ഇങ്ങനെ തന്നെയല്ലേ വേണ്ടിയേ? ഭാര്യയും ഭർത്താവും പണിക്ക് പോകുമ്പോൾ രണ്ടാളും എടുക്കണ്ടേ? ഇതിപ്പോൾ എല്ലാം ഒരാളെ തലയിലിടാൻ പറ്റുമോ?
സത്യത്തിൽ ഞാൻ ഓല മുമ്പ് നിന്ന് കുറവില്ലേ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല അസൂയ തോന്നുന്നുണ്ട്. നിങ്ങൾക്കും തോന്നില്ലേ? എന്നാൽ ഇങ്ങനെ ആയിരിക്കണം യഥാർത്ഥ ഭാര്യയും ഭർത്താവും.